നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. തിരുവാതിര ഞാറ്റുവേലയോടനുബന്ധിച്ച് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവാതിര ഞാറ്റുവേലയോടനുബന്ധിച്ചാണ് വാരപ്പെട്ടി പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചത്. വാരപ്പെട്ടി കൃഷിഭവൻ അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കൃഷി രീതിയും അതുപോലെ തന്നെ മറ്റ് കാലാവസ്ഥാ വ്യതിയാനമെല്ലാം നമ്മുടെ കൃഷിയെയും അതുപോലെ തന്നെ നമ്മുടെ ജീവിത വ്യവസ്ഥയും ഒരുപാട് മാറ്റിമറിച്ചിട്ടുണ്ട്. അതിനെയെല്ലാം നമുക്കൊരു പരിധിയിൽ കൊണ്ടുവരുവാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ ഇതുപോലെയുള്ള മറ്റേ നമ്മുടെ ചക്ക, മാങ്ങ തുടങ്ങിയ വൃക്ഷങ്ങൾ, ഫലവൃക്ഷ തൈകൾ, ഇപ്പം നമ്മുടെ പ്ലാവിൻ്റെ തൈ നല്ല ഒന്നാന്തരം തൈ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു പ്ലാവും തൈ എങ്കിലും ഒരു വീട്ടിൽ വച്ചു പിടിപ്പിച്ച് അതിൻ്റെ ഫലം കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടിലെ ഏറ്റവും ഒരു ചക്കച്ചുള കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നൽകുന്നതാണ്. അതാണ് കർഷകൻ എപ്പോഴും അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുന്നത്. നൂറുകണക്കിന് കർഷകരാണ് തൈകൾ വാങ്ങാനായി എത്തിയത്. കൃഷിവകുപ്പ് ഫാമിലെ വിവിധ ഇനം തൈകൾ 1 കോടി ഫലവൃക്ഷ തൈ പദ്ധതി പ്രകാരം പ്ലാവിൻ തൈകൾ, പച്ചക്കറി വിത്തുകൾ, കൂൺ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയും ലഭ്യമാക്കിയിരുന്നു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഡയാന നോബി, ബ്ലോക്ക് മെമ്പർ നിസാമോൾ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MS ബെന്നി, ദീപ ഷാജു, മെമ്പർമാരായ ഹുസൈൻ, PP കുട്ടൻ, പ്രിയ സന്തോഷ്, ഷജി ബസി, CDS ചെയർപേഴ്സൺ ധന്യ സന്തോഷ്, FPO സെക്രട്ടറി സൈഫുദ്ദീൻ, കാർഷിക വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നമുക്കൊരു കാലാവസ്ഥയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ കൃഷിയിലെ ഞാറ്റുവേലയെ പറ്റി പറയുന്നത്. ഇന്നിപ്പോൾ നമുക്ക് തിരുവാതിര ഞാറ്റുവേലയാണ് നമുക്ക് ഞാറ്റുവേലകളിൽ കൃഷിയെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ളത്. അപ്പോൾ തിരുവാതിര ഞാറ്റുവേലയിൽ തിരിമുറിയാതെ മഴ പെയ്യുമെന്നും അതുപോലെ നമ്മൾ വിരൽ മുറിച്ച് കുത്തിയാൽ പോലും വേര് പിടിക്കുമെന്നും ഒക്കെയാണ് പണ്ടുള്ളവർ പറയുന്നത്. പക്ഷെ നമ്മുടെ കാലാവസ്ഥയിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. എങ്കിൽ പോലും നമ്മുടെ ഞാറ്റുവേലയ്ക്ക് ആ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ആളുകൾ ഈ ഒരു സമയത്ത് പുതുതായിട്ട് കൃഷികൾ ആരംഭിക്കുന്നത് ഇപ്പോഴും നമ്മൾ തുടരുന്നു. കാർഷിക മേഖല എപ്പോഴും ഒരു പ്രാധാന്യമുള്ള ഒരു സമയം തന്നെയാണ് നമ്മൾ ഞാറ്റുവേല എന്ന് പറയുന്നത്. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.